നമസ്കാരം. ഇന്നൊരു പുതിയ ചിത്രത്തിന്റെ വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ജയറാമും അദ്ദേഹത്തിന്റെ മകൻ കാളിദാസ് ജയറാമും ഒരുമിച്ചെത്തിയിട്ടുള്ള ആശകൾ ആയിരം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഗോകുലം ഗോപാലനാണ് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗോകുലം മൂവീസ് എന്ന് പറയുന്ന ബാനറിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജയറാമിനെയും കാളിദാസനെയും കൂടാതെ ആശ ശരത് ഉണ്ട്, പിന്നെ നമ്മുടെ ഷറഫുദ്ദീൻ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇഷാനി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹാനയുടെ സഹോദരിയായിട്ടുള്ള ഇഷാനി ആദ്യമായിട്ട് നായികയായിട്ട് എത്തുന്ന ഒരു ചിത്രം കൂടെയാണ് ഈ ആശകൾ ആയിരം എന്ന് പറയുന്നത്. എന്താ പറയാ, 2026 തുടക്കത്തിൽ കുറെ നല്ല സിനിമകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചിത്രം വന്നിട്ടില്ലായിരുന്നു. ഒരു സത്യൻ അന്തിക്കാടിന്റെ ചിത്രത്തിന്റെ സ്റ്റൈലൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ആശകൾ ആയിരം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, എന്നെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നടനാണ് ജയറാം എന്ന് പറയുന്നത്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു സിനിമ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ പല ചാനലുകളായിട്ട് ജയറാമേട്ടന്റെ കുറേ സിനിമകൾ ഉണ്ടാവും. എക്സാമ്പിൾ ഇപ്പം കാവടിയാട്ടം, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ, സൂര്യപുത്രൻ, അങ്ങനെ ജയറാമേട്ടൻ അഭിനയിച്ച കുറേ നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് എന്റെയൊക്കെ ഒരു കുട്ടിക്കാലം ഞങ്ങൾ ആസ്വദിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്തൊക്കെ ജയറാമേട്ടനും കാളിദാസും ഒരുമിച്ച് അഭിനയിച്ച 2 ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് എന്റെ വീട് അപ്പുന്റെ എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അതിനു മുമ്പ് ഇവര് കാളിദാസ് കുറച്ചും കൂടെ ചെറുതായിരുന്നപ്പോൾ ഒരു സിനിമയിൽ കൂടെ ഇവർ കേന്ദ്ര കഥാപാത്രമായിട്ട്, അതായത് ഒരു മുഴുനീള ക്യാരക്ടറായിട്ട് കാളിദാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയൊക്കെ ഇപ്പം കാണുന്ന സമയത്ത് അയ്യോ, ഇങ്ങനെയൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഈ പയ്യൻ ചെയ്തു വെച്ചു എന്നുള്ള ഒരു വാവ് ഫാക്ടർ നമുക്കിപ്പം തോന്നാവുന്ന ഒരു സംഭവമാണ്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് കാളിദാസ് അഭിനയിച്ച ചിത്രമായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രം. അതിനകത്ത് കുറെ സെന്റിമെന്റ് സീൻസും കോമഡി ആയി കഴിഞ്ഞാലും രസകരമായിട്ടുള്ള സമയം. എന്റെ വീട് അപ്പുന്റെയും പറയുകയാണെങ്കിൽ അതും ഇത് പറഞ്ഞതുപോലെ തന്നെ അഭിനയം കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അതിൻ്റെ അകത്ത് കാളിദാസ് ജയറാം എന്ന് പറയുന്നത്. അപ്പൊ കാലങ്ങൾക്ക് ശേഷം ഈ കാളിദാസ് ജയറാമും അച്ഛനായിട്ടുള്ള ജയറാമും ഒരുമിച്ച് അച്ഛനും മകനും കോംബോയിലെത്തുന്ന ഒരു ചിത്രം എന്നുള്ള രീതിയിൽ എന്നെ കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി നോക്കിയ സമയത്ത് 1:30 ഷോ ആയിരുന്നു ഉള്ളത്. അപ്പോൾ അപ്പം തന്നെ ടിക്കറ്റ് എടുത്തു, 1:30 ഷോ കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സിനിമ കണ്ടു. എന്താ പറയാ, അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം. ഈ ഒരു 2026 പുറത്തിറങ്ങിയതിൽ വെച്ചിട്ട് ഒരു ഫീൽ ഗുഡ് ഫാമിലി ഓറിയന്റഡ് മൂവി തന്നെയാണ് ആശകൾ ആയിരം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ആശാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ. അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നു ആശാൻ എന്ന് പറയുന്നത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയുടെ കഥ പറയുന്ന ഒരു ചിത്രം തന്നെയാണ് ആശകൾ ആയിരം എന്ന് പറയുന്നതും. അതായത് ഒരു ലേസി ആയിട്ടുള്ള ഒരു മകൻ എന്നും അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അച്ഛൻ. അപ്പൊ അച്ഛൻ ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മകനെ എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനായിരിക്കും. അപ്പൊ ഇവർക്ക് തമ്മിലുള്ള കുറെ ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ മകനാണെങ്കിൽ എപ്പോഴും സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നടക്കണം, അതിനുവേണ്ടി റീൽസ് ചെയ്യുന്നു, പല കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നു. അപ്പൊ എന്തെങ്കിലും സിനിമയിൽ ഒരു നായകനായിട്ട് എത്തുന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവനിങ്ങനെ ഒരു ലേസി ആയിട്ടുള്ള ഒരു മടിയൻ മകനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കാളിദാസിന്റെ എന്ന് പറയുന്നത്. രസകരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാളിദാസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡബിങ് സൗണ്ട് പല സ്ഥലത്തും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സംഭാഷണങ്ങൾ കൊണ്ടുവരാൻ, അതിന്റെ ഒരു ഫീല് പ്രേക്ഷകർക്ക് നൽകാൻ കാളിദാസിന്റെ ഒരു ശബ്ദത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് അതൊരു നാടകത്തിലൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് പോലെ, അതായത് ഡയലോഗ് ഡെലിവറിയിൽ കാളിദാസ് ജയറാം ഒന്നും കൂടെ പെർഫെക്റ്റ് ആവാനുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ ജയറാമേട്ടൻ ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന ഒരാളാണ്. ഒരു കാലത്ത് സൂപ്പർ ഹീറോസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതായത് മോഹൻലാൽ കഴിഞ്ഞാൽ മമ്മൂട്ടി, മമ്മൂട്ടി കഴിഞ്ഞാൽ സുരേഷ് ഗോപി, സുരേഷ് ഗോപി കഴിഞ്ഞാൽ ജയറാം, ജയറാം കഴിഞ്ഞാൽ ദിലീപ് എന്നിങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിങ്ങനെ വേർതിരിച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജയറാമേട്ടന്റെ കുറെ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 2025 അദ്ദേഹം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. അതിന് മുമ്പ് മകൾ എന്ന് പറയുന്ന ഒരു സിനിമ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ജയറാമേട്ടൻ മലയാള സിനിമയിലേ ഇല്ലായിരുന്നു. പുള്ളി മുഴുവനായിട്ടും തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, അതുപോലെ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയായിരുന്നു. എനിക്ക് തോന്നുന്നു 2026 ജയറാമേട്ടന് കിട്ടിയ നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് ആശകൾ ആയിരം എന്ന് പറയുന്നത്. രസകരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ഒരു അച്ഛൻ മകൻ കോംബോ ഒക്കെ, അവര് ഫാമിലിയാണ്, നിങ്ങൾക്ക് അറിയാലോ, അച്ഛൻ മകൻ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്.
തുടക്കത്തിൽ തന്നെ അവർ തമ്മിലുള്ള ചെറിയ ഈ ഈഗോ എന്നൊന്നും പറയാൻ പറ്റില്ല, അവർ തമ്മിലുള്ള ചെറിയ ചെറിയ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് സിനിമ അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ജയറാമേട്ടന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫാമിലി സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അത് കുറച്ച് സെന്റിമെന്റ് സീൻസുകളും കാര്യങ്ങളൊക്കെ വരും. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുന്ന സമയത്ത് കൂടുതൽ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് സിനിമ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എഡിറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ കാളിദാസിന്റെ ചില എന്താ പറയുക സംഭാഷണ ശൈലിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇഷാനി വളരെ നല്ല രീതിയിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, മോശമൊന്നുമില്ലായിരുന്നു, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ പ്രത്യേകിച്ച് ഒരു ഓളത്തിലേക്ക് എത്തുന്നത് ഷറഫുദ്ദീൻ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഷറഫുദ്ദീന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളി എത്തിക്കഴിഞ്ഞാൽ പുള്ളി തന്നെ കയ്യിൽ നിന്നൊക്കെ ഇട്ടുള്ള ചില നുറുങ്ങ് വിദ്യകളും ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് നിങ്ങൾ പോവുകയും കാണുകയൊന്നും ചെയ്യരുത്. ഒരു സത്യനന്ദിക്കാട് പടമൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്നിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കണ്ടിറങ്ങാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവി. അതായത് ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഈ സിനിമ നമ്മുടെ മനസ്സിലുണ്ടാവുന്നോ, അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ നമ്മൾ വലിയൊരു ആശയത്തിലേക്ക് പോകുന്നോ അങ്ങനെയൊന്നല്ല. പക്ഷെ നമുക്ക് കണ്ടിരിക്കുന്ന സമയം വളരെ രസകരമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തിരക്കഥ വലിയ പാളിച്ചകളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ തിരക്കഥയിൽ ഒന്നും കൂടെയൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം, ജയറാമേട്ടന്റെ പഴയ സിനിമയിലുള്ള കുറെ റെഫറൻസുകളൊക്കെ എടുത്തിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും 2026 ആദ്യത്തെ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രമാണ് ആശകളായിരം എന്ന് പറയുന്നത്. ഗോകുലം ഗോപാലിന് നിർമ്മാതാവാണ്, ഈ ചിത്രത്തിന്റെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. അദ്ദേഹം ചെറിയൊരു ക്യാമിയോ വേഷം ഈ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മകനാണ്. അപ്പൊ അവനെ ഒരു ജോലിയിലൊക്കെ ആക്കി കുടുംബം അവനെ ഏൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ. അപ്പൊ ഇവർക്ക് ഇടയിലുണ്ടാവുന്ന ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുന്നത് മകനല്ല, മറിച്ച് ജയറാമേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്ന അച്ഛൻ ക്യാരക്ടറിനാണ്. പിന്നെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ സിനിമ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ, നിങ്ങളുടെ ഫാമിലി ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവി തന്നെയാണ് ആശകളായിരം എന്ന് പറയുന്നത്. ആദ്യമേ പറയട്ടെ, ഒരുപാട് പ്രഡിക്ഷനും അതുപോലെ തന്നെ വലിയ സംഭവമായിട്ടുള്ള ഒരു സിനിമയൊന്നല്ല, ഒരു കൊച്ചു സിനിമ, ഒരു കൊച്ചു ഫീൽ ഗുഡ് സിനിമ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആശകളായിരം. നിങ്ങൾ കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.